നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ താരയുടെ വീട് എന്ന ആദ്യ പാഠം പഠിച്ചിരുന്നില്ലേ? അപ്പോഴിന്ന് നമ്മൾക്ക് ഒരു പരീക്ഷ എഴുതി നോക്കിയാലോ? എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള ഉത്തരം കൂട്ടുകാർ പൂരിപ്പിച്ച് നൽകണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. ആ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് കൂട്ടുകാർ എടുത്ത് എഴുതണം കേട്ടോ. അതാണ് ഒന്നാമത്തെ ചോദ്യം. കൂട്ടുകാർ കണ്ടില്ലേ ചിത്രത്തിൽ? ശരി. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുക്കള ഉപകരണങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് അല്ലേ? കൂട്ടുകാർ ചിത്രത്തിൽ കണ്ടോ? ഒരുപാട് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൽ അടുക്കള ഉപകരണങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി വട്ടം വരച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എങ്കിലൊന്ന് ചെയ്തു നോക്കൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? മൂന്നാമത്തെ ചോദ്യം സംഭാഷണം പൂർത്തിയാക്കുക. സംഭാഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ചിത്രത്തിൽ ആരെയാണ് കാണിച്ചിരിക്കുന്നത്? കുഞ്ഞിക്കോഴിയാണല്ലേ. കുഞ്ഞിക്കോഴി ചോദിക്കുകയാണ്, എന്തിനാണ് വന്നത്? അപ്പോൾ ഒരു കാക്കയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ കാക്ക അവിടെ പൂരിപ്പിക്കാൻ ഒരു വര കൊടുത്തിട്ടുണ്ട് അല്ലേ? കൂട്ടുകാർ കാണുന്നില്ലേ? എന്തോ ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കണം അല്ലേ? എന്നിട്ട് എന്താ കാക്ക പറഞ്ഞേ? അവിടെ ഒരു വരയിട്ടുണ്ടല്ലേ, ഡാഷ് അല്ലേ? തിന്നാൻ അല്ലേ? അത് കൂട്ടുകാർ പൂരിപ്പിച്ച് കൊടുക്കണം. പിന്നെയും കുഞ്ഞിക്കോഴിയുടെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിക്കോഴി സംസാരിക്കുകയാണല്ലേ കാക്കയോട്. അപ്പോൾ കുഞ്ഞിക്കോഴി പിന്നെ എന്താ ചോദിച്ചേ? നിൻ്റെ കൂടെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. പിന്നെ കാക്കയുടെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാക്ക എന്താ പറയുന്നത്? അതാ പിന്നെ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് തില്ലെന്നും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർ അതും എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെയും കുഞ്ഞിക്കോഴി ചോദിക്കുകയാണല്ലേ, തത്തേ തത്തേ നിൻ്റെ ഡാഷ് അല്ലേ, പൂരിപ്പിച്ചു കൊടുക്കണം. എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തത്ത എന്താ പറയുന്നേ? ഡാഷ് ഇൽ അല്ലേ. അപ്പം കൂട്ടുകാർ ഈ സംഭാഷണങ്ങൾ അവിടെ വിട്ടുപോയ വാക്കുകൾ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരത് പൂർത്തിയാക്കില്ലേ? ഇതിൻ്റെ എല്ലാമുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ ഇടാം. ഇത് കൂട്ടുകാർക്ക് പരീക്ഷ എഴുതി നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് പരിശീലിച്ച് നോക്കണം കേട്ടോ. ഇനി ഇപ്പം നമ്മൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞല്ലേ. ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. വരച്ച് യോജിപ്പിക്കുക അല്ലേ. ഇടത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. വലത് ഭാഗത്തും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതെന്താണെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ
ഇതിൽ ആരാ ആരെന്തിനൊക്കെയാണ് മാച്ചായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ വരച്ച് യോജിപ്പിച്ച് കാണിക്കാനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ചിത്രത്തിൽ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ ഇടത് ഭാഗത്ത്. വലതുഭാഗത്തും 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം? അത് വരച്ച് യോജിപ്പിക്കണം അല്ലേ? വരച്ച് യോജിപ്പിച്ച് നോക്കൂ. കൂട്ടുകാർക്ക് വരച്ച് യോജിപ്പിക്കാൻ പറ്റില്ലേ? ഇതും നമ്മൾക്കറിയാമല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർ വരച്ചില്ലേ? ഇനി 5ാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? 5ാമത്തെ ചോദ്യം താരയുടെ വീട് വരച്ച് നിറം നൽകുക അല്ലേ? കൂട്ടുകാർക്ക് വീട് വരയ്ക്കാനും വീടുണ്ടാക്കാനെല്ലാം അറിയാമല്ലേ ഇപ്പോൾ? അപ്പോൾ ഒരു വീട് വരച്ചു കൊടുക്കണം അല്ലേ? താരയുടെ വീട് വരച്ച് അതിന് നിറം നൽകാനാണ് 5ാമത്തെ ചോദ്യം അല്ലേ? അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീട് വരയ്ക്കുക, അതിന് നിറം കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർ ചെയ്യില്ലേ അതൊക്കെ? അതാണ് 5ാമത്തെ ചോദ്യം. ഇനി 6ാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? ഇതും ജോലികൾ നോക്കി ചിത്രം യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇടതുഭാഗത്ത് ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. വലതുഭാഗത്ത് കുറേ ജോലികളും കൊടുത്തിട്ടുണ്ട്. അത് ആരെല്ലാമാണ് ചെയ്യുന്നതെന്ന് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാരുടെ വീട്ടിലും ആരൊക്കെയാണ് ഈ ജോലികൾ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വേണം വരച്ച് യോജിപ്പിക്കാൻ. വരച്ച് യോജിപ്പിച്ചോ? വരച്ചു യോജിപ്പിക്കുക അല്ലേ? ഇനി ഇതാണ് 6ാമത്തെ ചോദ്യം. ഇനി 7ാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? വരികൾ കൂട്ടിച്ചേർക്കൽ. അപ്പം കാക്കയ്ക്കുണ്ടൊരു കൂട്. അടുത്ത വരി കൂട്ടുകാർ എഴുതണം അല്ലേ? അടുത്ത വരി കൂട്ടുകാർ എഴുതി കൊടുക്കണം. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? കാക്കയ്ക്കുണ്ടൊരു കൂട്. അടുത്ത വരി കൂട്ടുകാർ എഴുതണം. പിന്നെ അടുത്ത വരി കൊടുത്തിട്ടുണ്ടല്ലേ, കുരുവിക്കുണ്ടൊരു കൂട്. അപ്പം അതിൻ്റെ അടുത്ത വരി കൂട്ടുകാർ എഴുതണം അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വരികൾ കൂട്ടിച്ചേർത്ത് യോജിപ്പിക്കാനാണല്ലേ. 1ാമത്തെ വരി തന്നിട്ടുണ്ട്, കാക്കയ്ക്കുണ്ടൊരു കൂട്. അപ്പോൾ 2ാമത്തെ വരി കൂട്ടുകാരെഴുതി കൊടുക്കണം. പിന്നെയോ 3ാമത്തെ വരി കൊടുത്തിട്ടുണ്ടല്ലേ, കുരുവിക്കുണ്ടൊരു കൂട് അല്ലേ? അതിൻ്റെ അടുത്ത വരി കൂട്ടുകാർ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാർക്കുള്ള ചോദ്യങ്ങൾ. ഇനി കൂട്ടുകാരെന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഒന്ന് പരിശീലിച്ച് നോക്കണം. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കിക്കഴിഞ്ഞാൽ എഴുതാനും പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പരീക്ഷ ഒന്ന് എഴുതി നോക്കണം. ഇതിൻ്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ കൊടുക്കാം. കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റില്ലേ? വളരെ എളുപ്പമാണല്ലേ. നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നന്ദി കൂട്ടുകാരെ. താങ്ക് യു ഫ്രണ്ട്സ്.